ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ ഈ വർഷത്തെ നെക്സ്റ്റ് സിനിമ ബുള്ളറ്റ് ഡയറീസ്. ആ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ തന്നെ 7ാമത്തെ 8ാമത്തെ സിനിമയും കണ്ടാണ്. അതിൽ ഒട്ടുമിക്ക പടങ്ങളും അട്ടർ വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ തന്നെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന ഒരു പടം. ഒരു ആവറേജിൽ നിൽക്കുന്ന ഒരു സിനിമ, വലിയ തരക്കേടില്ലാത്ത റോളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫ്രണ്ടിലേക്ക് പോയൊരു സിനിമയായിരുന്നു. ആ ഒരു സെഗ്മെന്റിലേക്ക് എടുത്തു വെക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ബുള്ളറ്റ് ഡയറീസ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പോസിറ്റീവോ നെഗറ്റീവ്സ് കുറച്ച് പറയാനുണ്ട്. അങ്ങനെ താഴ്ത്തപ്പെടേണ്ട ഒരു സിനിമയല്ല എന്നാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ അധികം ആൾക്കാരും കാണാൻ സാധ്യത വളരെ കുറവാണെന്ന് അറിയാം. എന്നാലും കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ വേസ്റ്റ് റോളല്ല എന്നുള്ളതാണ്. കാരണം നമ്മളിൽ ഭൂരിഭാഗം യങ്സ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ ഒരു 40 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെയും ക്യാരക്ടേഴ്സിനോട് സാമ്യതയുള്ള ഒരു ശരാശരി ഒരു മനുഷ്യന്റെ ക്യാരക്ടേഴ്സിനോട് സാമ്യതയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇതിൽ രാജു എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടർ വന്നിട്ടുള്ളത്, പ്ലേ ചെയ്തിട്ടുള്ളത്. ബുള്ളറ്റിനോട് അതിഭ്രാന്തമായിട്ട് സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ആ ഒരു രാജു എന്ന് പറയുന്ന ക്യാരക്ടർ. അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ആൾക്ക് കത്തിക്കരിഞ്ഞൊരു ബുള്ളറ്റ് കിട്ടിയിട്ട് അതിനെ നേരാക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ഷാൻ റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ആകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് ആ ഒരു സീനിന് കിട്ടുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സീൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഒരു സീനാണ് എടുത്ത് പറയാനുള്ളത് ഏറ്റവും കൂടുതലായിട്ട്. അതുപോലെ തന്നെ സുധീഷ് കരമന വന്നിട്ടുള്ള ആ ഒരു കുറച്ച് സീക്വൻസുകളുണ്ട് ഇയാളുടെ ആശാനായിട്ട്, അതായത് രാജു എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസന്റെ ആശാനായിട്ട് വരുന്ന സുധീർ കരമനയുടെ ആ കുറച്ച് പോർഷൻസ് വളരെയധികം എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീനുകളായിരുന്നു. പിന്നെ എനിക്കൊരു സമാധാനം തോന്നിയത് പ്രയാഗ മാർട്ടിനാണ്. പ്രയാഗ മാർട്ടിൻ സാധാരണ എല്ലാ പടത്തിലും വന്ന് വെറുപ്പീരാണ് പതിവ്. ഈ ഒരു പടത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, എന്നാലും വെറുപ്പിക്കാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കിട്ടിയ സാധനം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നത്തെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഷാൻ റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. തുടക്കം മുതൽ, അതായത് പടം തുടങ്ങുമ്പോൾ തന്നെ ബുള്ളറ്റ് ഡയറീസ് എന്ന് എഴുതി കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. ആ ഒരു സമയം മുതൽക്ക് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന് നല്ലൊരു ഫീല് കൊണ്ടുവരാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് പാട്ടുകളും രസമായിട്ടാണ് വന്നിട്ടുള്ളത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ അതിനേക്കാൾ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് എന്ന് നേരത്തെ അറിയണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ചു, എല്ലാവരും പുതുമുഖങ്ങളാണ്, അപ്പോൾ ധാരണപ്പം ഈ ഒരു മ്യൂസിക് ചെയ്തിരിക്കണം എന്നുള്ളത് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഷാൻ റഹ്മാനാണെന്നുള്ളത്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. തിയേറ്ററിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ പ്രയാഗ മാർട്ടിനെ കണ്ടിട്ടുള്ള ആ ഒരു സമയത്തുള്ള ഒരു സോങ് ഉണ്ട്. ആ ഒരു സോങ്ങും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നെഗറ്റീവ്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യം പറയാനുള്ളത് നമ്മുടെ ജോണി ആന്റണിയുടെ ക്യാരക്ടർ സാധാരണ അങ്ങേരിങ്ങനെ വെറുപ്പിക്കാത്തതാണ്. ഈ ജാതി വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വെറുപ്പിക്കലാണെന്ന് അറിയോ. ഒരു 20-30 കൊല്ലം മുമ്പ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചളി സാധനങ്ങളൊക്കെയാണ് വാരി എറിയണമെന്നൊക്കെ. അതുപോരാണ്ട് ആ ഒരു ക്യാരക്ടറിന് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. ആ അബദ്ധം മനസ്സിലാക്കുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും ആൾക്ക് കിട്ടേണ്ട ഒരു അടി തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു സങ്കടം നമ്മുടെയും കൂടി സങ്കടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയിട്ടില്ല. അതൊരു വലിയ ചെറിയൊരു കോമഡി സീനൊക്കെ ആക്കി വിട്ടാൽ മതിയായിരുന്നു. അത് ക്രിഞ്ച്, അയാൾക്ക് അങ്ങനെ തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത്. സോ ആ ഒരു സീനും എനിക്കെന്തോ മൊത്തത്തിൽ അങ്ങനെ ഡൈജസ്റ്റ് ആവാത്തൊരു ക്യാരക്ടറായിരുന്നു. സ്ഥിരം കണ്ടുമടുത്തിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അതേപോലത്തെ. സാധാരണ ജോണി ആന്റണിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വെറുപ്പിക്കുന്ന അനുഭവം ഒന്നും കിട്ടില്ല. പിന്നെ അൽത്താഫിന്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവർ. അദ്ദേഹത്തിന്റെ ആ ഒരു 1-2 കോമഡി ടൈമിങ്സ്, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ 1-2 കോമഡി സാധനങ്ങളൊക്കെയാണ് ഇതിൽ കോമഡി എന്ന് പറയാവുന്നതെന്ന് പറയാം. അതർവൈസ് ബാക്കിയൊക്കെ ചീറ്റിപ്പോയ സാധനങ്ങളാണ്. ഇപ്പൊ സ്റ്റോറി ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല. ഒരു ബുള്ളറ്റ് തപ്പി ഇറങ്ങുന്നതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതായത് ധ്യാൻ ശ്രീനിവാസന്റെ ബുള്ളറ്റ് ഒരു പോയിന്റിൽ വെച്ചിട്ട് മിസ്സാവുന്നതും ആ ഒരു ബുള്ളറ്റ് വീണ്ടെടുക്കാൻ പോകുന്നതൊക്കെയാണ് ഈ ഒരു സിനിമ പറയുന്നത്. പക്ഷെ ഈ ഒരു വൺ ലൈനിന്റെ പഞ്ച് അത്രയ്ക്ക് അങ്ങോട്ട് നിലനിർത്തി വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ബിലോ ആവറേജ് എന്നൊന്നും പറഞ്ഞ് താഴ്ത്തത്തക്ക രീതിയിലുള്ള ഒരു സിനിമയാണെന്ന് തോന്നിയിട്ടൊന്നുമില്ല. കണ്ടാലും കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ധ്യാൻ ശ്രീനിവാസന്റെ ഇതിന് മുമ്പത്തെ പടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂട്ടത്തിൽ കുറച്ച് മെച്ചമുള്ള ഒരു ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസന് കിട്ടിയെന്ന് തോന്നുന്നത് എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമയ്ക്കാണ്. ഇതിന് മുമ്പ് തൊട്ട് മുമ്പ്, അതായത് ഈ ഒരു ബുള്ളറ്റ് ഡയറീസ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ചീന ട്രോഫി എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. ചീന ട്രോഫി എന്നാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ ആ സിനിമ കണ്ടിട്ട്
റിവ്യൂ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. എന്തൊക്കെ അപരാധങ്ങളാണ് കാട്ടിക്കൂട്ടി വെച്ചിരിക്കണമെന്ന് അവർക്കും കൂടി അറിയില്ല. എവിടെ ഒരു കണ്ടിന്യൂവേഷനും ഇല്ല, ഒരു വസ്തുവിനും കൊള്ളാത്ത ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അട്ടർ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ചീന ട്രോഫി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് ഡയറീസ് വലിയ കുഴപ്പമില്ലാത്ത ആ ഒരു ബുള്ളറ്റിന്റെ സൗണ്ടൊക്കെ കേൾപ്പിക്കുന്ന ഒരു സീനുണ്ട് മലയുടെ മുകളിൽ വെച്ചിട്ട്. അതൊരു വൈബ് തന്നെയായിരുന്നു ആ ഒരു സീനൊക്കെ. സോ കാണണമെന്നുള്ളവർ തിയേറ്ററിൽ പോയി കണ്ടുവെക്കും, ഇല്ലെങ്കിൽ OTT വരുന്ന സമയത്ത് കണ്ടുവെക്കും. അപ്പോൾ വലിയ നിർബന്ധമൊന്നുമില്ല. ധ്യാൻ ശ്രീനിവാസൻ തന്നെ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമായിരിക്കും. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.